തളൂർ ആലങ്കോട് നെല്ലുൽപാദക സമിതിയുടെ വാർഷിക പൊതുയോഗവും നവീകരിച്ച സമിതി കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും തളൂർ ഈഴവ സമുദായ ഓഡിറ്റോറിയത്തിൽ നടന്നു. കർഷകരുടെ പങ്കാളിത്തത്തോടെ സംഘടിപ്പിച്ച പരിപാടി കെ പ്രേമൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും അധികം ത്യാഗം അനുഭവിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഒരു ഉത്തരമേ ഉള്ളൂ, അത് കർഷകരാണ്. കർഷകരെന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കൃത്രിമമായ മാർഗത്തിലൂടെയോ ഒരിക്കലും ഒരു ഉൽപ്പന്നവും ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. മാസങ്ങളുടെ കാത്തിരിപ്പ്. ഒരു ദിവസം കൊണ്ട് ഏതെങ്കിലും ഒരു കാർഷിക ഉൽപ്പന്നം ഉണ്ടാകും. ഒരു മണി അരി ഉണ്ടാകണമെങ്കിൽ എത്ര ദിവസം കാത്തിരിക്കണം? ഒരു മണി അരി ഉണ്ടാക്കാൻ എത്ര ദിവസമാണ്? അതുപോലെ ഏത് കാർഷിക ഉൽപ്പന്നമായാലും ജോലിക്ക് പോകുന്നവർക്ക് ദിവസത്തിനാണ് ശമ്പളം, അല്ലേ? അത് ഏത് ജോലി ആയിക്കോട്ടെ, കലക്ടർ മുതൽ ഇനിയിപ്പോൾ ഏറ്റവും ഉയർന്ന ജോലി മുതൽ തൂപ്പുകാർ വരെയുള്ളവർക്ക് ജോലിക്ക് പോയാൽ അവർക്ക് ഉറപ്പാണ് ഒരു ദിവസം ഇത്ര വേതന. പക്ഷെ കർഷകൻ അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ഇപ്പോൾ 100 പറ കൃഷി ഇറക്കി അപ്പോൾ ഇത്ര രൂപ ഇത്ര ദിവസത്തിന് മാസത്തിന് കിട്ടുമെന്ന് പറയാൻ പറ്റുമോ? നവീകരിച്ച കെട്ടിടം സമിതിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും കർഷകർക്ക് ആവശ്യമായ സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുന്നതിനും സഹായകരമാകുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ MLA അഭിപ്രായപ്പെട്ടു. സമിതിയുടെ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ വാർഷിക പൊതുയോഗത്തിൽ സമിതിയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പുതിയ പദ്ധതികളും പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്തു. പാടശേഖരങ്ങളുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും കർഷകർക്ക് കൂടുതൽ പിന്തുണ ഉറപ്പാക്കുന്നതിനുമുള്ള വിവിധ നിർദ്ദേശങ്ങൾ യോഗത്തിൽ ഉയർന്നുവന്നു. തളൂർ നടുപ്പാടം റോഡിന്റെ ഇരുവശങ്ങളിലും വൈവിധ്യമാർന്ന പൂച്ചെടികൾ നട്ടുപിടിപ്പിക്കുന്നതിനുള്ള വർണ്ണക്കൂട് പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങളും വിലയിരുത്തി. പഞ്ചായത്ത്, കൃഷിഭവൻ, ആലങ്കോട് നെല്ലുൽപാദക സമിതി എന്നിവയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഈ പദ്ധതിയുടെ ഭാഗമായി ഇതിനകം നട്ടുപിടിപ്പിച്ച ചെടികളുടെ പരിപാലനം, പദ്ധതി കൂടുതൽ വ്യാപിപ്പിക്കാനുള്ള സാധ്യതകൾ, പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുള്ള മാർഗങ്ങൾ എന്നിവയെക്കുറിച്ചും വിശദമായ ചർച്ച നടന്നു. കാർഷിക മേഖലയെ പരിസ്ഥിതി സംരക്ഷണവുമായി കൂട്ടിയിണക്കി ഗ്രാമത്തിന്റെ ഭംഗിയും ജൈവ വൈവിധ്യവും വർദ്ധിപ്പിക്കാൻ ഇത്തരം പദ്ധതികൾ സഹായകമാകുമെന്ന് യോഗം വിലയിരുത്തി. സമിതി പ്രസിഡന്റ് കെ രാംദാസ് അധ്യക്ഷനായി. പല്ലശ്ശന പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമദാസ് മുഖ്യാതിഥിയായി. സമിതി സെക്രട്ടറി സി രാമദാസ് റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. കൃഷി ഓഫീസർ MS റീജ പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സി രജിഷ, വാർഡ് മെമ്പർ MS സരിക എന്നിവർ പ്രസംഗിച്ചു. സമിതി ജോയിന്റ് സെക്രട്ടറി സി വിജയൻ സ്വാഗതവും ട്രഷറർ EK സുഗുണൻ നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.